ഹായ്. എല്ലാ പ്രാവശ്യവും രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളല്ലേ കാണാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം നല്ല വെയിൽ. ഞങ്ങളെ വണ്ടി അതാ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. വണ്ടിക്ക് വേറെ ട്രിപ്പുണ്ട്. നല്ല വെയിലായി. ഈ വെയിലെപ്പോഴാണാവോ മഴയായി വരുന്നത്. എന്താ വെയിൽ, നല്ല രസമുണ്ട് വെയിൽ കാണാൻ. വൈകുന്നേരം കണ്ടില്ലേ, നല്ല വെയിൽ. മഴക്കാലത്താണ് ഈ വെയിൽ. 2-3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു. പിന്നെ അടുപ്പിച്ച് 3-4 ദിവസം നല്ല വെയിലാണ്. അപ്പോൾ വൈകുന്നേരത്തെ വെയിൽ കാണാൻ നല്ല രസമുണ്ട്. പടിഞ്ഞാറ് നിന്നുള്ള നല്ല വെയിൽ, അതായത് അന്തി വെയിൽ. അപ്പോൾ ആ വെയിലും കൊണ്ട് ഞാനും അമ്മയും ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചോറ് കൊണ്ടു കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ എല്ലാവരും ഒന്ന് കിടക്കും. അത് കഴിഞ്ഞ് വന്നിങ്ങനെ ഒന്നിങ്ങനെ കുത്തിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളായിരിക്കും. അമ്മ വേഗം കുളിക്കാൻ കയറും. ഞാൻ പിന്നെ വിറകെടുത്ത് വെക്കാനും അങ്ങനെ ഓരോ പണികളായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം ഞാനാണ് കേട്ടോ ഈ ചായ ഉണ്ടാക്കിയത്. കാരണം ഇവരൊക്കെ ചായ കുടിക്കുമ്പോൾ ഒരു 6:30 അല്ലെങ്കിൽ 7 മണി 7:30 ആവും. അതായത് സന്ധ്യാവിളക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ വൈകുന്നേരം ഒരു 4:30-5 മണിയായാൽ ചായ കിട്ടണം. അപ്പോൾ ഞാനെപ്പോഴും പറയാം, നമുക്ക് ചായ കുടിക്കല്ലേ. അപ്പോൾ ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് കേട്ടോ. നല്ല കട്ടൻ ചായയും മിക്സ്ചറുണ്ട്, പിന്നെ അവിലുണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിലും മിക്സ്ചറും കൂടി കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചായയിൽ അവിലിട്ട് കുടിക്കാറുണ്ടല്ലോ. ഞാനങ്ങനെ കുടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ വന്നാൽ അതൊക്കെ തന്നെയാണ് കഴിക്കാനുണ്ടാവുക. അപ്പോൾ അമ്മ പറയാം, അമ്മ പണ്ട് ചെറുപ്പത്തിൽ 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മേൻ്റെ ആപ്പൻ്റെ കൂടെ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ കൂടെ, അവരുടെ കുടുംബത്തിൻ്റെ കൂടെ മംഗലാപുരത്ത് കുറച്ച് കാലം അവരുടെ കുടുംബത്തിൽ പാർക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നല്ല ചായേൻ്റെ കടിയെന്ന് പറഞ്ഞാൽ കാരവട, പിന്നെ പരിപ്പ് വട, അങ്ങനത്തെ ഒക്കെ ആവും. പക്ഷെ നമ്മളെ ഉണ്ടയും പഴംപൊരിയൊന്നും കിട്ടൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വിറച്ചിക്കുക എന്ന് പറയൂലേ, അതുപോലെ തന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച്, ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയൊക്കെ ഒഴിവാക്കി. ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം പയർ നട്ടേന്നു, ചീര നട്ടേന്നു. പിന്നെ അതിൻ്റെ ശേഷം ചീര നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുവന്ന ചീര. അതൊക്കെ ഞാൻ മുൻപ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചീരേൻ്റെ സീസണും കഴിഞ്ഞു. അപ്പോൾ മണ്ണ് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ചുറ്റുമുള്ള കളകളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട്, പുതിയ മണ്ണ് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഈ മണ്ണ് തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് പയർ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിറയെ ചളി കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്നതിനോണ്ട് ചളി ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ചെരുപ്പുമ്മലൊക്കെ നിറയെ മണ്ണാണ്. അപ്പോൾ ഞാൻ ഈ കളകളൊക്കെ പറിച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പയർ നട്ടിട്ടോ. പയർ വിത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി ഇത് 2-3 മണി പയറുകൾ ഓരോ ഗ്രോ ബാഗിലും കൂടെ നട്ട് നോക്കട്ടെ. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പയർ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് വിത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത്. കുറേ ദിവസമല്ല, 2-3 മാസങ്ങളായി. അപ്പോൾ ഇതിങ്ങനെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങോട്ട് നടാൻ. ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ അല്ലേ. ഇപ്പോഴാണ് ഇപ്പോൾ ഇത് നടാൻ തോന്നിയത്. അങ്ങനെ ഓരോ ഗ്രോ ബാഗിലും 3 പയർ വിത്ത് വീതമാണ് കേട്ടോ നട്ടത്. ഏതായാലും പയർ പിന്നെ ഉണ്ടാവട്ടെ. പയറിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പരിചരണമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് പരിചരണം കൊടുത്താൽ നിറയെ പയറുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ അടുക്കളത്തോട്ടല്ലേ, നമ്മൾ വെറുതെ ജസ്റ്റ് നട്ട് കൊടുത്താൽ തന്നെ പയർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കായ്ക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ 2 ചാക്ക് ചാണകപ്പൊടി ഇവിടെ ഉണ്ട്. അത് തെങ്ങിനിടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന്ന് കുറച്ചെടുത്തിട്ട് പയറിന് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് ആ പയർ മണികളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പയറൊക്കെ ഒന്ന് പൊന്തി വന്നിട്ട് വളർന്ന് വരുമ്പോൾ പയർ ചെടികളാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ട കേട്ടോ. നട്ടുകൊടുത്ത് നിറയെ ചളി, ചെരുപ്പുമ്പോൾ നിറയെ ചളി. ഞാൻ ഈ വെള്ളത്തിൽ വന്നിട്ട് കാലൊന്ന് കേൾക്കട്ടെ കേട്ടോ. കണ്ടോ, ചെരുപ്പിൻ്റെ അടി നിറച്ചും ചളിയാ, മണ്ണ്.
പൊടിക്കാൻ നല്ല രസമുണ്ട്. വറ്റിപ്പോയി. കാലൊക്കെ കഴുകിക്കഴിഞ്ഞു, പയറ് നട്ടു. ഇനി അടുത്ത പണി, എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ മെയിനായിട്ടുള്ള പണി കേട്ടോ. സാധാരണ വൈകുന്നേരത്തെ പണി എന്ന് പറഞ്ഞാൽ അരി പൊടിക്കാനോ അരി അരയ്ക്കാനോ അങ്ങനത്തെ പണികളെ ഉണ്ടാവാറുള്ളൂ. പയർ പിന്നെ ഇപ്പോൾ അഡീഷണലായിട്ട് നട്ട പണിയാണ് കേട്ടോ. അപ്പോൾ എന്നും ദോശയ്ക്ക് ഇടിരിക്കുകയാണ് പിന്നെ അരി അരയ്ക്കാറ്. ഇന്ന് പുട്ടിന് നാളേക്ക് പുട്ടിന് വേണ്ടിയിട്ട് പൊടി പൊടിക്കാലോന്ന് കരുതി. ഇടിക്കാനല്ല, ഇടിക്കുക ഉരലിലല്ലേ നമ്മൾ ഇടിക്കുക, മിക്സിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നാഴി പച്ചരി, ഒരു നാഴി പുഴുങ്ങലരി, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അരി വെള്ളത്തിലിട്ടുന്നത്. നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും അരി വെള്ളത്തിലിടുന്ന പോലെ ഒന്നും ഇടണ്ടല്ലോ പുട്ടുപൊടി ഉണ്ടാക്കാൻ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് വാർത്ത് വെച്ചാൽ അരി നന്നായിട്ട് കഴുകിയിട്ട് വെച്ചാൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ പുഴുങ്ങലരി ചേർത്താൽ പുട്ടിന് നല്ല മയം ഉണ്ടാവും കേട്ടോ. പച്ചരി മാത്രമായിട്ട് പൊടിച്ചെടുത്താൽ ഒരു വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല, പൊടി ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും. ഇതിൻ്റെ കൂടെ കുറച്ച് പുഴുങ്ങലരിയും കൂടി കൂട്ടി ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ടിന്. അപ്പോൾ വേഗം അരിയെല്ലാം പൊടിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ച് അവിടെ ഉരുട്ടി വെച്ചിട്ട് ആണ് ഞാൻ അരി പൊടിക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അരിയൊക്കെ പൊടിച്ച് കഴിഞ്ഞ് തരിച്ച് വരുമ്പോഴേക്കും ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ചപ്പാത്തി നല്ല മയം ഉണ്ടാവും. അങ്ങനെ അരിയല്ലതാ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തരിച്ചെടുക്കട്ടെ. ഇതെല്ലാം തരിച്ചെടുത്തിട്ട് വേണം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം പൊടി വറുക്കാൻ. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുക. അപ്പോൾ വേഗം അരിപ്പൊടി എല്ലാം തരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ തരിച്ചെടുത്തിട്ടാണ് പുട്ടുണ്ടാക്കൽ. അപ്പോൾ പുട്ടിന് നല്ല മയം ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. അങ്ങനെ അരി പൊടിക്കുന്ന പണി കഴിഞ്ഞു കേട്ടോ. കണ്ടോ പൊടിച്ച പൊടി കണ്ടോ? പൊടിച്ച പൊടിയല്ല, തരിച്ച പൊടി. നല്ല മിനുസുള്ള പൊടിയാണല്ലേ. നമ്മൾ അപ്പത്തിന് അരിക്കുന്ന അരിപ്പ വേറെ, പുട്ടിന് പൊടി അരിക്കുന്ന അരിപ്പ വേറെയാണ് കേട്ടോ. അങ്ങനെ പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ മുൻപ് ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 3 ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുക. 3 ചപ്പാത്തിയല്ല, 6 ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുക. ഒരാൾക്ക് 3 ഒരാൾക്ക് 3 അങ്ങനെ 6 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് ഡെയിലി റൊട്ടീനാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പൊടി വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊടി വറുത്തെടുക്കുകയാണ് കേട്ടോ. പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. അതിങ്ങനെ വറുക്കുമ്പോൾ അവസാനം പൊടിയിൽ നിന്ന് ഇങ്ങനെ പുട്ടിൻ്റെ ഒരു മണം വരും. അതായത് ആവി ഇങ്ങനെ വരില്ലേ, നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ മണം, അതാണ് ഇതിൻ്റെ പാകം. അങ്ങനെയാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഓരോരുത്തരെ എങ്ങനെയാണ് പൊടി വറുക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പൊടി വറുത്തെടുക്കുകയാണ്. പുതിയ ചെറിയ ചെമ്പാണ് കേട്ടോ ഇത്, വട്ടച്ചെമ്പ്. പൊടി വറുക്കാനൊക്കെ വാങ്ങിയ ചെമ്പാണ് കേട്ടോ. അങ്ങനെ പൊടിയെല്ലാം വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ അരി പൊടിച്ച് തരിച്ച് പൊടി വറുത്തെടുക്കുന്ന പണിയൊക്കെ ആലോചിക്കുമ്പോൾ വേഗം നല്ലത് അരിയും ഉഴുന്നും അങ്ങോട്ട് ചേർത്ത് അരയ്ക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് അരച്ച് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കണ്ടല്ലോ അല്ലേ. പക്ഷേ പുട്ട് തിന്നണമെങ്കിൽ ഇങ്ങനത്തെ റിസ്ക് എടുക്കും വേണം. അങ്ങനെ ഞാൻ പൊടിയൊക്കെ വറുത്ത് കുളിക്കാനൊക്കെ അറിയപ്പോഴേക്കും അമ്മ കുളിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ വിളക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. വിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണുമ്പോൾ ഒരു ഐശ്വര്യമാണല്ലേ, ഒരു പോസിറ്റീവ് എനർജി തോന്നും നമുക്ക്. പിന്നെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, നേരെ മുൻപത്തെ വീട്ടിലും വിളക്ക് കത്തുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തം സാമ്രാജ്യമായ എൻ്റെ ബെഡ്റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ അടുത്ത പണിയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വായിക്കാനുണ്ട്, കുറച്ച് എഴുതാനുണ്ട്. പിന്നെ വീട്ടിലേക്കൊന്ന് വിളിക്കും, എല്ലാവരും ഒന്ന് വിളിക്കും, അവരോടൊക്കെ സംസാരിച്ചിരിക്കും, പിള്ളേരോട് സംസാരിച്ചിരിക്കും, ചിലപ്പോൾ വീഡിയോ കോൾ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുക. അപ്പോൾ ഡയറിയാണ് കേട്ടോ ഇത്. അന്നന്നുള്ള കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ച് വയ്ക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കുറിച്ച് വയ്ക്കുകയുള്ളൂ. ഈ ഡയറി എഴുത്ത് പണ്ടേ ഉള്ളതാണ് കേട്ടോ, പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ ഡയറി എഴുതുന്നത്. ഓരോ വർഷത്തെയും ഡയറികളുണ്ട്. നമുക്ക് ആ ഡയറി ഇങ്ങനെ വായിച്ചാലറിയാം ഓരോരോ കാര്യങ്ങൾ. കണ്ടോ, എഴുതാനും വായിക്കാനും ഇരുന്നപ്പോഴേക്കും ഇങ്ങനെ ആവി ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങും. പണ്ട് പുസ്തകം തുറക്കുമ്പോഴേക്കും ഇങ്ങനെ ഉറക്കം വരാൻ
എന്നുള്ള സ്വഭാവം എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഡയറിയിൽ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 9 മണിയാകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ. ശരിക്കും നേരത്തെ കഴിക്കണം എന്നാണ് പറയുക, പക്ഷേ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നേരെ 9 മണിയാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാത്രം കഴുകലും പല്ല് തേക്കലും എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും രാത്രി 10:30 മണിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.